അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ലീവിന് നാട്ടിൽ വന്ന സമയത്ത് വീട്ടില് തെങ്ങ് കയറാൻ വന്ന ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു അയൽവാസി തെങ്ങ് കയറിന് ശേഷം ചായ കുടിക്കുന്ന സമയത്ത് അദ്ദേഹം മുമ്പ് ഖത്തറിലായിരുന്നു എന്നുള്ളൊരു പഴയൊരു കഥ പറഞ്ഞു. ഒരു 40-45 വർഷം മുന്നത്തെ കാര്യങ്ങളായിരിക്കും പറഞ്ഞത്. ഇപ്പോ ഒരു ഖത്തറിയുടെ പ്രൈവറ്റ് അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ ഖത്തർ ഒരു ദിവസം പറഞ്ഞു, നാളെ നമുക്ക് യാത്ര പോകാനുണ്ട്, റെഡി ആവണമെന്ന് പറഞ്ഞു. എവിടേക്കാണെന്ന് അറിയില്ലായിരുന്നു. യാത്ര തുടങ്ങിയതിനു ശേഷമാണ് സൗദിയിലേക്കാണ് പോകുന്നത് എന്ന് അർബാബ് അദ്ദേഹത്തോട് പറയുന്നത്, മുതലാളി പറയുന്നത്. അപ്പോ ആള് പറയുന്നത് സൗദിയിലേക്കാണ് പോകുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പോലും. കുറെ കാലമായിട്ടുള്ള ആഗ്രഹമാണ് സൗദിയിൽ പോകണം എന്നുള്ളത്. ആഗ്രഹം എന്ന് പറഞ്ഞാല് പോകാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും പോകാൻ ആഗ്രഹമുണ്ട്. നാടും പരിസരം മരുഭൂമിയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പണ്ട് അത്ര വലിയ സെക്യൂരിറ്റി സിസ്റ്റം ഒന്നുമില്ല. ബോർഡറിൽ പാസ്പോർട്ട് അടിച്ച് അങ്ങോട്ട് കടന്നു. അതെങ്ങനെ ഫെൻസിങ് ഉണ്ട്. ഫെൻസിങ് കഴിഞ്ഞ് കടന്നപ്പോ ആള് പറയുന്നത്, ഇവിടുന്ന് അങ്ങ് കടന്ന് കാറിൽ ഇരുന്നിട്ട് അപ്പുറത്തേക്ക് അങ്ങ് എത്തിയ സമയത്ത് ആളുടെ രോമം എഴുന്നേറ്റ് എന്ന് പറഞ്ഞിങ്ങനെ. അത് പറഞ്ഞ സമയത്ത് പോലെ ആളുടെ രോമം എഴുന്നേറ്റ് നിന്നു. എന്താ, പ്രവാചകന്റെ മണ്ണിലല്ലേ ഞാനുള്ളത് എന്നെന്താ ആലോചിച്ചപ്പോ എനിക്ക് എന്റെ രോമം എഴുന്നേറ്റ് നിന്നു പറഞ്ഞു. അപ്പോ നമുക്കൊരു അത്ഭുതം തോന്നിയത്, നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഫീല്, സാധാരണ മുസ്ലിങ്ങൾക്കല്ല ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുന്നത്, മുത്തുനബിയോട് നല്ല ഇഷ്ടമുള്ളവർക്ക്, നിങ്ങൾക്ക് ഇതെങ്ങനെ ഫീൽ ഉണ്ടാവുന്ന വെച്ചിട്ടില്ല. ഞാൻ പ്രവാചകർ വായിച്ചിട്ടുണ്ട്, എനിക്ക് മദീനത്തോടൊക്കെ പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ വേറൊരു വെർഷൻ കേൾക്ക് കേട്ടാ, നമ്മുടെ ആൾക്കാർ തന്നെയാണ്. ഹജ്ജ് ഉംറയെ ഉദ്ദേശിച്ചുകൊണ്ട് മക്കയിൽ ചെല്ലുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഒരു സന്ദർശന സ്ഥലം എന്നൊക്കെ മദീനയിൽ പോകാറുണ്ട്. ഹജ്ജിന്റെ ഒരു കർമ്മവും മദീനയിൽ നിർവഹിക്കാനില്ല, ഉംറയുടെ ഒരു കർമ്മവും മദീനയിൽ ചെന്ന് നിർവഹിക്കാനില്ല. എല്ലാ കർമ്മവും മക്കയിൽ തന്നെയാണ്. ഹജ്ജിന്റെ എല്ലാം മക്കയിൽ ഒതുങ്ങുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ മദീനയിൽ പോകുന്നത്? റസൂലുള്ളാഹിന്റെ ഖബർ കാണാനാണോ? അല്ല, അങ്ങനെ ഒരു യാത്ര നമുക്ക് അനുവാദമില്ല. അവിടെ സഹാബികൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അടക്കമുള്ള പല സഹാബികളും ഖബറടക്കിയ അൽ ബഖീ, ജന്നത്തുൽ ബഖീ എന്ന് പറയും, ആ ബഖീൽ അവിടെ പോയി സന്ദർശിക്കാൻ സലാം പറയാനുമാണോ? അങ്ങനെയും യാത്രയല്ല. പിന്നെ മദീനയിൽ ചെല്ലുന്നതിന്റെ ഒരു ഉദ്ദേശം, പ്രധാന ഉദ്ദേശം മദീനയുടെ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി യാത്ര ചെയ്യാം, പ്രത്യേക യാത്ര ചെയ്യാമെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ലാ തുശദ്ദു റിഹാൽ ഇലാ സലാസത്തി മസാജിദ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 പള്ളികളിലേക്കല്ലാതെ പുണ്യയാത്ര നിർവഹിക്കാവതല്ല. ഒന്ന് മസ്ജിദുൽ ഹറാം, 1,00,000 നമസ്കാരത്തിന്റെ കൂലി. രണ്ടാം മദീനയിലെ പള്ളി 1000 നമസ്കാരത്തിന്റെ കൂലി. മൂന്നാമത്തെ ബൈത്തുൽ മഖ്ദിസ് 500 നമസ്കാരത്തിന്റെ കൂലി. അപ്പൊ മദീനയിൽ പോകുന്നതിന് നമ്മുടെ നിയ്യത്ത് അവിടെ പോയി നമസ്കരിച്ചാൽ 1000 നമസ്കാരത്തിന്റെ കൂലി കിട്ടുമെന്നാണ്. അതിനുവേണ്ടി പുണ്യം പ്രതീക്ഷിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യാം. അപ്പോ മദീനത്തേക്ക് പോകേണ്ടത് അവിടെ നിസ്കരിച്ചാല് ഉറക്കയത്തിന് 1000 റകഅത്ത് നിസ്കരിച്ച കൂലി കിട്ടും. അത് ഉദ്ദേശിച്ച് മാത്രമാണ് അവിടെ പോകേണ്ടത്, മദീനത്തേക്ക് പോകേണ്ടത്. എവിടുന്ന് വരുന്നത്? ഹജ്ജിന് പോയാൽ എവിടുന്ന വരുന്നത്? മക്കത്തുനിന്ന്. ഉറക്കയത്തിന് 1,00,000 റകഅത്ത്, അതാണ് അതിൽ പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആലോചിച്ചൊക്കെ, ഞാൻ ഈ പറയുന്ന ആളുകളുടെ ചിന്താശേഷി, അതിനെ കുറിച്ചുള്ള ഓവർ കോൺഫിഡൻസ് കാരണമുള്ളത് പറയുന്നത്. അതായത് 1,00,000 റകഅത്ത് കൂലി കിട്ടുന്ന ആ പള്ളിയിൽ നിന്ന് 1000 റകഅത്ത് കൂലി കിട്ടുന്ന പള്ളിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണോ? അങ്ങോട്ട് പോകണോ? എന്ത് ചെയ്യരുത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കരുതെന്ന്. ഈ രോമാഞ്ചം എന്ന ആളുടെ അതിന്റെ ഒരു 100-1 സ്നേഹം ഈ പറയുന്ന ആളുകൾക്കില്ല എന്ന് ബോധ്യമാണ്. പക്ഷെ ഇത് പലർക്കും അറിയില്ല. ഇവരെന്താ ഖുർആന്റെ സുന്നത്തിന്റെ ആളുകളാണ് ധരിച്ചു വെച്ചിരിക്കുകയാണ്. ആളുകളുടെ, മുസ്ലിങ്ങളുടെ, പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഈമാൻ തല്ലിക്കെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ ഒരാൾ ഈ ലോകത്തില്ല. അത് സ്വന്തം നാട്ടിലെ അയൽവാസിയായ ഒരാൾ മരിച്ച് ആ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന പ്രതിഫലവും മദീനത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലവും ഒന്ന് തന്നെ. ഇത് മൗലവിമാര് പറയുന്നത്. മദീനത്തേക്ക് എന്തിനാണ് പോകേണ്ടത്, പോകുമ്പോ എന്താ ചെയ്യേണ്ടത് എന്നിപ്പോ ഇത് മൗലവി പഠിപ്പിച്ചത്. ഇനി ഇമാമിയങ്ങള് പഠിപ്പിച്ചതെന്നാണ് നമുക്ക് നോക്കാല്ല. എല്ലാ മഹാന്മാരായിട്ടുള്ളവരും അവിടെ മുത്തിനബിയുടെ അടുത്ത് ചെന്നാല് എങ്ങനെയാണ് അതിനോട് ബഹുമാനം കാണിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഗദ്യായിട്ടും ഒക്കെ എഴുതി വെച്ചിട്ടുള്ളവരാണ്. ആര്? ഈ സലഫികളും ഇമാമാണെന്ന് പറയുന്നവര്. ബഹുമാനപ്പെട്ട നബി ഇമാമ്, ബഹുമാനപ്പെട്ടവരുടെ ഷറഹുൽ മുഹദ്ദബ് എന്ന ഗ്രന്ഥത്തില് മദീനത്തേക്ക് ഒരു മുസ്ലിം എന്തിനാണ് പോകേണ്ടത് എന്ന് പറയുന്നത്. മക്കത്തുനിന്ന് ഹജ്ജ് ഉംറ കഴിഞ്ഞാല് ഹാജിമാർക്ക് അല്ലെങ്കിൽ ഉംറ ചെയ്തവർക്ക് ശക്തമായ സുന്നത്താണ് എന്ത്? അയ്യത്തവജ്ജഹു ഇലൽ മദീനത്തിൽ സിയാറത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ സന്ദർശിക്കാൻ വേണ്ടി മദീനത്തേക്ക് പോവല്, അങ്ങോട്ട് മുന്നിട്ട് പോവല് ശക്തമായ സുന്നത്താണ് ഇമാം നബവി പറഞ്ഞിട്ടുള്ളത്. ഇനി ബഹുമാനപ്പെട്ടവരുടെ തന്നെ ഈലാഹിലുള്ള ഒരു ഇബാറത്ത് നമുക്ക് കാണാം. അവിടെ മദീനയിലേക്ക് അങ്ങോട്ട് എത്തിയത് മുതല് തിരിച്ച് മടങ്ങുന്നത് വരെ മുത്തുനബി നമ്മളെ കാണുന്നുണ്ട്. കന്നഹുയറാഹോ, മുത്തുനബി നമ്മളെ കാണുന്നുണ്ട് എന്നതുപോലെ നമ്മുടെ കൽവിലുണ്ടായിരിക്കണം എന്നാണ് നബി പറഞ്ഞിട്ടുള്ളത്. മൗലവി പറയുന്നതോ, ഏതെങ്കിലും ഒരു
മുമ്പിന് ഈമാനുള്ള ആളുകൾക്ക് തങ്ങളോട് എന്തെങ്കിലും മഹബത്തുണ്ടെങ്കിൽ അതങ്ങ് തല്ലിക്കെടുത്തണം. എന്തിന്റെ പേരില് ഖുർആൻ സുന്നത്താണെന്ന് പറഞ്ഞിട്ട് അതങ്ങ് തല്ലിക്കെടുത്തിട്ട് 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടുന്ന അവിടുന്ന് 1000 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ പോയാൽ മതി എന്ന് പറയുമ്പോ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഹിദായത്തിലാക്കുകയും ഹിദായത്ത് നിലനിർത്തി തരുകയും ചെയ്യട്ടെ. ഇവിടെ ഷറിനെ തൊട്ട് നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരേക്കാക്കട്ടെ.